അട്ടപ്പാടിയിൽ മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹവുമായി ആദിവാസികൾ പ്രതിഷേധിക്കുന്നു. കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് പ്രതിഷേധം. മേലെമുള്ളി ഊരിലെ ശാന്തി മരുതന്റെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? അതായത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെയാണ് ഈ കുഞ്ഞ് പ്രസവിച്ചത്. മേലെമുള്ളിയൂരിലെ ശാന്തി മരുതൻ്റെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞ് പിന്നീട് ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ചാണ് മരണം. ഇതിൽ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ അതായത് പ്രസവം അത് സിസേറിയൻ ആയിരുന്നു. പക്ഷെ അതുപോലും ഈ ബന്ധുക്കളെ കൃത്യമായി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുള്ളവർ അറിയിച്ചിരുന്നില്ല. ഗുരുതരാവസ്ഥയിലായപ്പോൾ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് ഈ മരണകാരണമായി പറയുന്നത് മരുന്നിറങ്ങുക എന്നൊക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ പറയും. അതായത് മെക്രോണിങ് സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് കുട്ടിയുടെ വിസർജ്യം ആ കുട്ടിയുടെ തന്നെ വായിലേക്കും മൂക്കിലേക്കുമൊക്കെ ഗർഭസ്ഥ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിലേക്ക് പോയി. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് ഡോക്ടർമാർ കോയമ്പത്തൂരിൽ വെച്ച് പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ സിസേറിയൻ ആയിരുന്നു. ആ കാര്യങ്ങളൊന്നും തന്നെ ബന്ധുക്കളെ അറിയിച്ചില്ല. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞാണ്. ഏകദേശം 3 കിലോയുടെ അടുത്ത് തൂക്കവുമുണ്ട്. എന്നിട്ടും ആരോഗ്യവാനായിരുന്നു ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ അവസാനം വന്ന ഈ കോംപ്ലിക്കേഷനെ കുറിച്ച് ബന്ധുക്കളെ അറിയിച്ചില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഒരു പ്രധാന ആരോപണമായി പറയുന്നത്. അത് സിസേറിയൻ ആയിരുന്നു എന്ന് പോലും അറിയിച്ചില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഈ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഈ ആശുപത്രി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ശരി ഗോകുൽ.